എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തുഞ്ചൻ പറമ്പിലാണ്. തുഞ്ചൻ പറമ്പിൽ നിങ്ങൾക്ക് അറിയാലോ, ഈ തുഞ്ചന്റെ കിളിമകളുടെ മുന്നിൽ ഇരിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് പ്രദീപ് ഹൂഡിനോ. പ്രദീപ് ഹൂഡിനോയും ഞാനിവിടെ നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമുക്കൊക്കെ അറിയാലോ, ഈ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും അടുത്ത ഒരു ആളാണ് പ്രദീപ്. ശിഷ്യനാണ് പ്രദീപ്. ഈ പ്രദീപ് ഹൂഡിനോ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ജാലവിദ്യാരംഗത്ത് ഈ ഹൂഡിനോ എന്നുള്ള പേര് നൽകിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പൊ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വൈലാലിൽ നിന്നാണ് പ്രദീപ് പുറപ്പെട്ടത്. ഞാനിങ്ങനെ വഴിയിൽ നിന്ന് ചേർന്നതാണ്. അപ്പോൾ വൈലാലിൽ നിന്ന് ഈ യാത്ര തലയോലപ്പറമ്പിലേക്കാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രദീപിനെ പറയും, ഈ യാത്രയുടെ ഒരു ഉദ്ദേശം. ഇതില് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇനിയും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു മുഖം അദ്ദേഹത്തിന്. അതെന്താണ്? അതായത് ഒരു മാന്ത്രികനായിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ. അക്ഷരങ്ങളുടെ മാന്ത്രികൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ കുറേ കാലം ബോംബെയിൽ ഒരു മാന്ത്രികനായിട്ട് അദ്ദേഹം അന്നത്തെ മറ്റേ സ്ട്രീറ്റിലൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു മാന്ത്രികൻ്റെ കൂടെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടും ഒപ്പം അദ്ദേഹം തന്നെ ഒരു മജീഷ്യനായിട്ടും ഒക്കെ പെർഫോം ചെയ്ത അനുഭവമുണ്ട്. അതിനെ നമുക്ക് വിശദമായിട്ട് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ 2025 അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ മൈ മെമ്മറീസ് വിത്ത് വൈക്കം മുഹമ്മദ് ബഷീർ, മാജിക് മെമ്മറീസാണ്. അപ്പോൾ ഇത് ഈ പ്രാവശ്യം ചെയ്യാനുള്ളൊരു കാര്യവും കൂടിയുണ്ട്. അതായത് വൈക്കം മുഹമ്മദ് ബഷീറാണ് 1989 കോഴിക്കോട് റെയിൽവേ ട്രാക്കിൽ തന്നെ ചങ്ങലയിട്ട് ബന്ധിച്ച് ട്രെയിൻ കടന്നുപോയപ്പോൾ രക്ഷപ്പെട്ട അപൂർവമായൊരു ജാലവിദ്യക്ക് സാക്ഷ്യം വഹിച്ചു. അതിന്റെ കാർമ്മിക 1989 അതിന്റെ 35 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ 35 വർഷം പൂർത്തീകരിച്ച ഈ ഘട്ടത്തിൽ അവിടെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ പ്രദീപ് ഹൂഡിനോ എന്ന് നാമകരണം ചെയ്തത്. അപ്പം ആ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹം അതിനെ ഒന്ന് നമ്മളൊരു അദ്ദേഹത്തിന്റെ മുന്നിൽ വെക്കുന്ന ഒരു സമർപ്പണമായിട്ടാണ്. രണ്ട് ലക്ഷ്യങ്ങളാണ്. ഒന്ന് താങ്കളുടെ 35 വർഷം പിന്നിട്ടതിന്റെ ഒരു ഓർമ്മ. പിന്നെ മറ്റൊന്ന് ബഷീറിന്റെ ഒരു ജനുവരിയിലാണല്ലോ ജനുവരി 21-നാണ് ബഷീർ. നമ്മൾ 19-ന് തുടങ്ങിയിട്ട് 2 ആഴ്ച കാലം ഈ പ്രചാരണ പരിപാടിയായിട്ട് ഒരു പ്രഭാഷണ യാത്രയാണ്. അപ്പോൾ ഭാഷാപിതാവിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ തലയോലപ്പറമ്പിലേക്ക് യാത്ര തുടരുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നാലെ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.